ഫ്രണ്ട്സ്, ബിഗ് ബോസ് അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. അപ്പം എല്ലാവരുടെയും മനസ്സിൽ പല പല പേരുകളായിരിക്കും. വിന്നർ ആരാകും, ജിൻഡോയാണോ, ജാസ്മിൻ ആണോ, അർജുനാണോ, അഭിഷേകാണോ, ആരാണ് എന്നുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ, ആരായിരിക്കും വിന്നർ ആകാൻ ചാൻസ് ഉള്ളയാള്? വോട്ടിന് വേണ്ടി സ്വന്തം കുറവുകളൊന്നും മറച്ചു പിടിക്കാതെ ഇമേജ് ഭയമില്ലാതെ മുന്നോട്ട് പോകുന്ന സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. ബിഗ് ബോസ് 6 ഹീറോയിൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ജാസ്മിൻ എന്നാണ് ഉത്തരം വരിക. കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടും ബിഗ് ബോസ് ഹൌസിൽ എല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിച്ചിട്ടും അതിൽ നിന്നും പിടിച്ചു നിൽക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർഫുൾ ബി മെറ്റീരിയൽ തന്നെയാണ് ജാസ്മിൻ. യൂട്യൂബ് ഓപ്പൺ ചെയ്താലും ജാസ്മിന്റെ നെയിം ഇല്ലാത്ത ഒരു യൂട്യൂബ് തംബ്നെയിലുകളും കാണാൻ വേണ്ടി പറ്റത്തില്ല. ജാസ്മിന്റെ പേരിലാണ് ബിഗ് ബോസ് സീസൺ 6 പോപ്പുലർ ആയത്. ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചായയിൽ തുമ്മിത്, വഴക്കിടുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ടാണ് സോഷ്യൽ മീഡിയ ഇപ്പോഴും ജാസ്മിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഗബ്രിയുമായുള്ള കോംബോയാണ് കൂടുതൽ നെഗറ്റീവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമായത്. അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ വിവാഹവും മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത് തന്നെയാണെങ്കിലും ജാസ്മിന്റെ ബോൾഡ്നെസ്, കൗണ്ടറുകൾ, ഗെയിം സ്പിരിറ്റ്, ബുദ്ധി സാമർഥ്യം, അങ്ങനെ ഒരു സ്ട്രോങ് ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയായിരുന്നു ജാസ്മിൻ. കപ്പ് കിട്ടിയാലും ഇല്ലെങ്കിലും ജാസ്മിന്റെ സീസണാണ് ഈ വട്ടത്തെ ബിഗ് ബോസ്. ടോപ്പ് 5 വരാൻ അർഹതയുള്ള കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. കപ്പടിച്ചാലും അത് അർഹതയുള്ള കൈകളിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ജാസ്മിന് ആ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് നോക്കുവാണെങ്കിൽ ജിൻഡോയാണ്. ജിൻഡോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പടവെട്ടി വന്ന പടനായകൻ തന്നെയാണ് ജിൻഡോ. കാരണം ആ ഹൗസിലുള്ളവരെല്ലാം ഒരുമിച്ച് പിടിച്ച് അപമാനിച്ചിട്ടും തലയുയർത്തി പിടിച്ച് ഇപ്പോഴും അവിടെ നിൽക്കുന്നത് ജിൻഡോയാണ്. ജിൻഡോനെ മണ്ടൻ എന്ന് വിളിച്ചവരെല്ലാം ഇപ്പൊ ഹൗസിന് പുറത്താണ്. മണ്ടൻ ടാഗ് വരെ കൊടുത്തിരുന്ന ജിൻഡോ ഇപ്പൊ ടോപ്പ് 5 എത്താൻ വേണ്ടിയിട്ട് തലയുയർത്തി പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജിൻഡോയുടെ എഫേർട്ട് തന്നെയാണ് കാര്യം. ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ജിൻഡോ മുന്നോട്ട് എത്തിയിട്ടുള്ളത്. ജിൻഡോയ്ക്ക് വീടിന് അകത്ത് സപ്പോർട്ടില്ലെങ്കിലും വീടിന് പുറത്ത് ഒരുപാട് സപ്പോർട്ടുണ്ട്. വീടിനകത്ത് ജിൻഡോ ഒരുപാട് കളിയാക്കലുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പല സമയത്തും ജിൻഡോയ്ക്ക് കളിയാക്കലുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ ജിൻഡോ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഇവർ രണ്ടുപേരും ബി മെറ്റീരിയൽ തന്നെയായിരുന്നു. ലീഡ് റോൾ ചെയ്തവരും ഇവർ രണ്ടുപേരുമാണ്. ബാക്കിയുള്ളവരെല്ലാം അവരുടെ സേഫർ സോണിന് പുറത്ത് വന്നിട്ട് അങ്ങനെയുള്ളത് ഗെയിമുകൾ കളിച്ചതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ജിൻഡോയും ജാസ്മിനും നല്ല രീതിയിൽ തന്നെ ബിയുടെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. കപ്പ് കിട്ടാൻ യോഗ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ജിൻഡോ. അർജുനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാനവിടെ ശ്രീധുവിനെ കുറിച്ചും പറയും. അപ്പൊ അർജുന്റെ കാര്യങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അർജുൻ നല്ലൊരു എന്റർടൈനർ ആണ്. അങ്ങനെ കൊടുക്കുന്ന ടാസ്കുകളെല്ലാം അർജുൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെ അടക്കം നല്ല രീതിയിൽ ചിരിപ്പിച്ച് ആ ഒരു എപ്പിസോഡ് തന്നെ അർജുന്റേതാക്കി മാറ്റാനുള്ള കഴിവുകൾ അർജുനുണ്ട്. അതുപോലെ തന്നെ ഗെയിമിലാണെന്നുണ്ടെങ്കിലും അർജുന്റെ കുറവുകളെല്ലാം മാറ്റി വെച്ചിട്ട് ഗെയിമിൽ 100% ശ്രദ്ധ കൊടുത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അർജുൻ. അതുപോലെ എപ്പോഴും കയറി മറ്റുള്ളവരോട് വഴക്കിടാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു നിൽക്കുന്ന ഒരു ആളായിരുന്നു അർജുൻ. അപ്പൊ ടോപ്പ് 5 എത്താൻ അർജുനും ക്വാളിറ്റി ഉണ്ട്. നെക്സ്റ്റ് ശ്രീധുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ശ്രീധുവിനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്ങനെ ഇത്രയും നാൾ അവിടെ നിന്നു എന്നുള്ളതും എനിക്കറിയില്ല. കാരണം മറ്റുള്ളവർ പോകുന്നതിനെക്കാട്ടി മുന്നേ പോകേണ്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു ശ്രീധു. പക്ഷെ ശ്രീധു ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശ്രീധുവിന്റെ ലക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് ശ്രീധുവിനെ കുറിച്ച് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയണം. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. ശ്രീധു എന്താ അവിടെ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ഇത്രയും കാലം ശ്രീധു അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് ലക്ക് ഫാക്ടർ കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ടോപ്പ് 5 ശ്രീധു എത്താൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഋഷിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഋഷി എല്ലാവരുമായിട്ട് പെട്ടെന്ന് അടുക്കുകയും അടുത്തവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ഭയങ്കരമായിട്ട് വിഷമം വരുന്ന ഒരു ക്യാരക്ടറാണ് ഋഷിയുടെ. എല്ലാവരുമായിട്ട് പെട്ടെന്ന് ക്ലോസ്ഡ് ആകും. അതുപോലെ ബിഗ് ബോസിലെ ഗെയിമുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഋഷി. പക്ഷെ ടോപ്പ് 5 ഋഷി എത്തുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. എത്തും എന്നുള്ളത് ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മേ ബി ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്തിയേക്കും. പക്ഷെ ടോപ്പ് 5 എത്തുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അഭിഷേകിനെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല. ഗെയിം കളിച്ച് തന്നെ ടിക്കറ്റ് ഫൈനലിലേക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടിയിട്ടുള്ള ആളാണ് അഭിഷേക്. നല്ല രീതിയിൽ ഗെയിം സ്പിരിറ്റ് ഉള്ള ആളാണ്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുന്ന ആളാണ്. ബിഗ് ബോസ് കണ്ടസ്റ്റന്റിൽ വെച്ചിട്ട് ടോപ്പ് 5 എത്താൻ വേണ്ടിയിട്ട് യോഗ്യതയുള്ള ആള് തന്നെയാണ് അഭിഷേക്. പക്ഷേ ട്രോഫി ആർക്കാ കിട്ടാന്നുള്ളത് നമുക്കറിയില്ല. അത് ജാസ്മിനാണോ, ജിൻഡോയ്ക്കാണോ, അർജുനാണോ, അഭിഷേകിനാണോ എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ അർഹതയുള്ളവർക്ക് തന്നെ കിട്ടട്ടെ. അതിപ്പോ ജാസ്മിൻ ആണെങ്കിലും ജിൻഡോയ്ക്കാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ നെഗറ്റീവ് ഓർ പോസിറ്റീവ്
നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല. കാരണം യോഗ്യതയുള്ളവർക്ക് എന്താണെങ്കിലും ആ ട്രോഫി കിട്ടിയിരിക്കും. അത് ആർക്കായാലും നല്ല രീതിയിൽ പോയി ചേരട്ടെ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം.